Welcome to Tasty Buds. ഹലോ വെൽക്കം ടു ടേസ്റ്റി ബഡ്സ്. ഇന്ന് റോഷനല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് അതിന് പകരം ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ആക്ച്വലി ഞാൻ റോഷനയുടെ മോളാണ്. എൻ്റെ പേര് ഫിദ. ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുകയാണ്. 6 months വെക്കേഷൻ പീരീഡാണ്. അപ്പോൾ ജസ്റ്റ് ഫോർ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വൈ നോട്ട് ഒരു കുക്കിംഗ് ചെയ്യാൻ വിചാരിച്ചു. ആക്ച്വലി കുക്കിംഗ് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോബിയാണ്. സോ വെനവർ ഫ്രീ ആവുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് അറിയാം. പൊട്ടാറ്റോ കൊണ്ട് അരിഞ്ഞ് നീളത്തിലുള്ള ഫ്രൈസ് പിള്ളേർക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കാം. അത് കെനിയിൽ നിന്നാണ് ആക്ച്വലി മെയിൻ ഡിഷ് എന്തെന്ന് വെച്ചാൽ മസാല ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, മസാല ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഡിഷിന് ആവശ്യമുള്ളതാണ് ഫ്രഞ്ച് ഫ്രൈസ്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിമെയ്ഡ് ആയിട്ടുള്ള കിട്ടുകയും ചെയ്യും. അത് ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ബോയിൽ ചെയ്തിട്ട് നീളത്തിൽ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ മതിയാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് റെഡ് അനിയൻ, ചുവന്ന ഉള്ളി. ചുവന്ന ഉള്ളി അല്ലെങ്കിലും വെള്ള ഉള്ളിയായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ടൊമാറ്റോസ്. തക്കാളി ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എണ്ണം എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ആവറേജ് സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസുള്ള തക്കാളിയാണ്. നിങ്ങൾക്ക് അധികം സോസി വേണമെങ്കിൽ, സോസി ടെക്സ്ചർ അല്ലെങ്കിൽ ഗ്രേവി ടെക്സ്ചർ വേണമെങ്കിൽ കൂടുതൽ ടൊമാറ്റോസ് ഉപയോഗിക്കാനുള്ളതാണ്. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 ക്ലോവ് ഓഫ് ഗാർലിക് ഉപയോഗിച്ചിട്ടുണ്ട്, 2 വെളുത്തുള്ളിയുടെ അല്ലി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതിപ്പോൾ എന്തായാലും മിക്സ് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തായാലും പാനിലോട്ട് ഇടുമ്പോൾ ഒരുമിച്ചാവില്ല. സോ അത് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാനുള്ള മസാല പൗഡേഴ്സ് ഒക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ഞാൻ നമ്മൾ പാനിലോട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞു തരാവുന്നതാണ്. സോ ഇതുവരെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാതിരിക്കാൻ മറക്കരുത്. സോ നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം പാനിലോട്ട് ഇട്ടിട്ട് ഒരുമിച്ച് ചേർക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാകാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫ്രഞ്ച് ഫ്രൈസ് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇന്ന് ഫ്രൈ ആവട്ടെ. അതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ ടോട്ടലി വല്ലാതെ ക്രിസ്പി ആക്കരുത്. കാരണം ഇതിന് ശേഷം നമുക്ക് മസാലയിലോട്ട് ഇടേണ്ടതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നൊരു കൺസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ മതി. അതായത് നമുക്ക് കോരിയെടുക്കാനായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈങ് പാനിൽ നിന്ന് മാറ്റി അതിന് ശേഷം നമുക്ക് ഇനി മസാല ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് അനിയൻ ആവശ്യത്തിനുള്ളത് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫ്രൈങ് പാനിൽ നിന്നിട്ട് ഒന്ന് സോട്ട് ആവട്ടെ. ഇച്ചിരി ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഒനിയൻ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം.
അപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോസും ഒണിയനും കൂടി ഇരുന്നിട്ട് ഇത്തിരി സോസി ടെക്സ്ചർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഒനിയനും തക്കാളിയും കൂടിയും ഒരു ഓറഞ്ച് കളറായി വരുമ്പോൾ അല്ലെങ്കിൽ ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി മുളക് സ്ലൈസ് ചെയ്തതും ഗാർലിക്കും കൂടിയും, അതായത് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാൻ സമയമായി. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 അല്ലി ഗാർലിക്കാണ്, വെളുത്തുള്ളിയാണ്. പിന്നെ അധികം എരിവില്ലാത്തൊരു മുളകാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കഴിക്കാം. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാവുന്നതാണ്. പക്ഷേ അധികം ഓയിൽ ഒഴിക്കാത്തതാണ് ഒരുവിധം നല്ലത്. കാരണം വല്ലാതെ ഓയിലും കൂടി ആവാൻ പാടില്ലല്ലോ നമ്മുടെ ഡിഷ്. ഇതൊന്ന് കുറച്ച് നേരം കുക്കായിരിക്കട്ടെ. ഇതിന് ശേഷം ഇത്തിരി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതിനുശേഷം ഒരു സ്റ്റിർ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ മസാല പൗഡേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ആവശ്യത്തിന് അനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്തു. ഞാനിപ്പോൾ 1.5 സ്പൂൺ ആണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. ശേഷം ഓപ്ഷണലാണ്, ഇത് കൊറിയാൻഡർ പൗഡറാണ്. അത് വേണമെങ്കിൽ അധികം വേണമെന്നില്ല, എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, അത് നമുക്ക് ഒരു കളറിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1 to 2 minutes വരെ ഒന്ന് കുക്കായിക്കോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഓറഞ്ചിഷ് ബ്രൗൺ കളറായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത്തിരി ഉപ്പിടാം. നേരത്തെ ഇത്തിരി ഉപ്പിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചുകൂടി കുറവുണ്ടെന്ന് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പിടുന്നതാണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടാവുന്നതാണ്. അതിനുശേഷം സ്പൈസി ലവേഴ്സിന് പെപ്പർ ഭയങ്കര ഒരു ബിഗ് പാർട്ടാണ്. അപ്പോൾ ഇത്തിരി പെപ്പർ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെപ്പർ ഇട്ടാൽ കുറച്ചുകൂടി സ്പൈസി ആയി കിട്ടും. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത എൻ്റെ കയ്യിൽ കുറച്ച് ഹെർബ്സും കുറച്ച് മസാല പൗഡേഴ്സ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് ഇടുന്നില്ല, എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസിപ്പീസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു രസമാണ് അങ്ങനെ ചുമ്മാ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിച്ച് നോക്കിയിട്ട് നല്ലതെന്ന് പറയുമ്പോൾ ആ ഫീലിംഗ് ഒരു നല്ല ഫീലിംഗാണ്. അപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ മിക്സ്ഡ് ഹെർബ്സ് ഒറിഗാനോ കിട്ടണം. അത് ഈ നമ്മുടെ എല്ലാ ഹെർബ്സ്, മല്ലിച്ചപ്പ് ഒക്കെ എല്ലാം ഉണക്കി പൊടിച്ച് വരുന്ന ഒരു പാക്കറ്റാണ്. അതിപ്പോൾ എല്ലായിടത്തും കിട്ടുമായിരിക്കും. അപ്പോൾ അതും പാസ്ത ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, ഇതാണ് ഒറിഗാനോ. ഇത് മിക്സ്ഡ് ഹെർബ്സ് എന്ന് കൂടിയും പറയപ്പെടും. ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല സ്മെല്ലും കിട്ടും, ഹെർബ്സിൻ്റെ സ്മെല്ലും കിട്ടുകയും ചെയ്യും, അതിനായിട്ടുള്ള ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് നൽകുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത ഓപ്ഷണൽ ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ പോകുന്നത് പാപ്രിക്കയാണ്. പാപ്രിക്ക മുളക് പോലത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അത് അരച്ച് പൊടിച്ചിട്ട് ഇതേപോലെ ബോട്ടിലായി വരുന്നതാണ്. അത് ഓപ്ഷനാണ്. ഇതിന് പകരം മുളക് കൂടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്ട്രാ സ്പൈസിനെസ് കിട്ടുന്നതാണ്. അപ്പോൾ സ്പൈസ് ലവേഴ്സിന് ഇത് ഭയങ്കര ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോട് ചെറുതായിട്ടൊരു സ്റ്റിർ കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇറ്റാലിയൻ സീസണിങ്. ഇത് ഇതേപോലെ പാസ്തയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അത് നമുക്ക് നിർബന്ധമല്ല, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യുകയാണ്. പിന്നെ കുറച്ചും കൂടി എക്സ്ട്രാ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. നമുക്കില്ലെങ്കിലും പേടിക്കാനും വിഷമിക്കാനോ ഒന്നുമില്ല. നമ്മുടെ മുളകും മല്ലിപ്പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെയാണ് ധാരാളം. അപ്പോൾ ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതും ഒറിഗാനോ ഓൾമോസ്റ്റ് സെയിം പോലെ കാണുന്നതാണ്, പക്ഷേ അതിൻ്റെതായ ഫ്ലേവേഴ്സ് തന്നെ ഇതിനുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇത് ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ്. ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നത്. അത് നമ്മുടെ നാരങ്ങ ജ്യൂസാണ്, ലെമൺ ജ്യൂസ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത്തിരി പിഴിഞ്ഞ നാരങ്ങ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ആഡ് ചെയ്താൽ നല്ല പുളിയൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ചേർന്ന് സ്റ്റിർ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ്. അതിന് ശേഷം കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യാം. കുറേ നേരം ഇരിക്കുന്നു ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യാം. നമ്മൾ നാച്ചുറലായിട്ട് വെറും ഫ്രഞ്ച് ഫ്രൈസും ഉപ്പും അതേപോലെ കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കഴിക്കാനും രസമാണ്. ഇത് ഇച്ചിരി വെറൈറ്റിയാണ്. ഇത് കെനിയൻ ഇൻസ്പയർഡ് ആണ്. കെനിയ എന്ന രാജ്യത്തുള്ള അവർ വൺ ഓഫ് ദി ഡിഷാണ്. ദാറ്റ് ഈസ് മസാല ഫ്രഞ്ച് ഫ്രൈസ്. നമുക്ക് നല്ലൊരു സ്റ്റിയർ കൊടുക്കാം. ഇത് ഗസ്റ്റുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇംപ്രസ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് കുക്കാവട്ടെ. ആ മസാല എല്ലായിടത്തും ഒക്കെ പിടിച്ചിട്ട് ആ സോസീസ് ടെക്സ്ചറും ആ ടേസ്റ്റും ഒക്കെ ഒന്ന് നന്നാവട്ടെ. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊന്നും കൊതി കൺട്രോൾ ചെയ്യാതെ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ്സ് വെരി യം, നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികം നേരം ഇനി സ്റ്റിർ ചെയ്യണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സോഫ്റ്റും ആയിപ്പോവും. അപ്പോൾ അതിന് രുചി പോവും. ഇച്ചിരി ക്രിസ്പിയും വേണം. അതിൻ്റെ കൂടെ തന്നെ വല്ലാതെ ക്രിസ്പി ആവരുത്, ഒരു മീഡിയം രീതിയിൽ. മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമുക്കിനി ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ കെനിയൻ ഫ്രൈസ് സെർവിങ് ഡിഷിലോട്ട് ആക്കിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസിയാണ്. അതേപോലെ ഭയങ്കര വെറൈറ്റി ഡിഷും കൂടിയാണ്. ഗസ്റ്റുകളൊക്കെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. സോ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇൻ ദ വീഡിയോ. അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.